വർഷങ്ങൾക്ക് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തെത്തിയതിന് പിന്നാലെ നിരവധി പേരാണ് നിരവധി താരങ്ങൾക്കെതിരെ ഗുരുതര ലൈംഗിക ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സിദ്ദിഖ്, മുകേഷ്, ജയസൂര്യ, ഇടവേള, ബാബു, മണിയമ്പിള്ള രാജു തുടങ്ങിയ നടന്മാർക്കെതിരെയാണ് ആദ്യം ആരോപണം വന്നിരിക്കുന്നത്. എന്നാൽ പിന്നീട് നിരവധി സംവിധായകർക്കും തിരക്കഥാകൃത്തുക്കൾക്കും പ്രൊഡക്ഷൻ കൺട്രോളറുമെതിരെ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. ഈ വേളയിൽ തനിക്ക് നേരിട്ട ദുരനുഭവമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടി ശിവാനി. ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു നടി ഇതേക്കുറിച്ച് പറഞ്ഞത്. ഇപ്പോൾ ആരോപണം വന്നവരുടെ കൂടെ തനിക്ക് നല്ല അനുഭവം ആയിരുന്നുവെന്നും ശിവാനി പറയുന്നു. അവർ എന്നോട് മോശമായി പെരുമാറിയിട്ടില്ല, പക്ഷെ മറ്റൊരു നടനിൽ നിന്നും അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും ശിവാനി പറയുന്നു. നടിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: തമാശയ്ക്കോ കാര്യമായിട്ടോ വാതിൽ തട്ടി ഓടിപ്പോകുന്ന പരിപാടി ഉണ്ടായിരുന്നു. എന്റെ റൂമിൽ അമ്മയുണ്ട്, ആരാണെന്ന് കണ്ടുപിടിക്കണമെന്ന് അമ്മ പറഞ്ഞു. ഞങ്ങൾ ആരാണെന്ന് കണ്ടു. ഈ പറയുന്ന ആക്ടർ പകൽ സമയത്ത് വളരെ ഫ്രണ്ട്ലിയാണ്, പക്ഷെ രാത്രിയാകുമ്പോൾ പുള്ളിക്ക് ബാധ കയറിയതുപോലെയാണെന്ന് തോന്നുന്നു. ആൾ ആരാണെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ സംവിധായകനോടും പ്രൊഡ്യൂസറോടും പറഞ്ഞു. പിന്നെ കുറെ കാലത്തേക്ക് എനിക്ക് സിനിമയില്ല. 1.5 കൊല്ലത്തിന് ശേഷം സിന്ധു പനക്കൽ ചൈന ടൗൺ എന്ന സിനിമയ്ക്ക് വേണ്ടി വിളിച്ചു. ഞാനും അമ്മ എയർപോർട്ടിൽ എത്തിയപ്പോൾ അവിടെ ഈ ആക്ടറെ കണ്ടു. വൈരാഗ്യം സൂക്ഷിച്ച് ഞങ്ങൾ നടക്കാറില്ല. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. ഓൾ ദ ബെസ്റ്റ് പറഞ്ഞ് പുള്ളി അങ്ങോട്ട് മാറി. പുള്ളി ടെൻഷൻ അടിച്ച് ഫോണിൽ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഞങ്ങൾ ഹൈദരാബാദ് എത്തി. ആദ്യ ദിവസം ഷൂട്ട് ഇല്ലെന്ന് പറഞ്ഞു. 3 ദിവസം ഷൂട്ടിംഗ് നടന്നില്ല. 4ാമത്തെ ദിവസം ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോയി അഭിനയിച്ചു. പ്രൊഡ്യൂസർ ആന്റണി പെരുമ്പാവൂർ ആയിരുന്നു. അദ്ദേഹം എന്നോട് നിനക്ക് ആ ആർട്ടിസ്റ്റുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. പഴയ പ്രശ്നം ഞാൻ ഓർത്തില്ല. പഴയ കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നിന്നെ കണ്ട നേരം മുതൽ അദ്ദേഹം സെറ്റിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവളെ അഭിനയിപ്പിക്കരുത് എന്ന് പറഞ്ഞു. അഭിനയിച്ചാൽ തിരുവനന്തപുരത്തെ തിയേറ്ററിൽ കയറി കൂവുമെന്നും പറഞ്ഞ് ആന്റണി പെരുമ്പാവൂർ ചൂണ്ടിക്കാട്ടി. മോഹൻലാൽ കാരണമാണ് തനിക്ക് ആ സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞതെന്നും ശിവാനി പറഞ്ഞു. തന്നെ മടക്കി അയക്കാൻ ആലോചിച്ചപ്പോൾ മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ ആന്റണി പെരുമ്പാവൂർ താനുമായി പങ്കുവച്ചെന്നും ശിവാനി പറഞ്ഞു. ഒരു പെൺകുട്ടിയാണ് ഇവിടെ വിളിച്ചു വരുത്തി തിരിച്ചയക്കുമ്പോൾ അവൾക്കുണ്ടാകുന്ന നാണക്കേടുണ്ട്. അവരുടെ സാമ്പത്തിക നില നമുക്കറിയില്ല. ഒരു തുക പറഞ്ഞിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അവർക്ക് ആ തുക കൊണ്ട് പല കാൽക്കുലേഷനും കാണും. ആ പൈസ കിട്ടാതാകുമ്പോൾ ഉണ്ടാകുന്ന വിഷമം, ആ ശാപം നമുക്ക് കിട്ടാൻ പാടില്ല എന്ന് ലാൽ സാർ പറഞ്ഞു. അദ്ദേഹം അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് താൻ സിനിമയിൽ അഭിനയിച്ചതെന്നും ശിവാനി പറഞ്ഞു. അതേസമയം ഇതിനോടകം തന്നെ നിരവധി താരങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ അമ്മ പ്രസിഡന്റ് പദവി വഹിക്കുന്ന മോഹൻലാൽ ഇക്കാര്യങ്ങളെല്ലാം മൗനം പാലിക്കുകയാണ്. ഇതുവരെയും ഇതേക്കുറിച്ച് ഒരു അക്ഷരവും അദ്ദേഹം സംസാരിച്ചിട്ടില്ല. മോഹൻലാലും സ്ഥാനം ഒഴിയേണ്ടി വരുമെന്ന മോഹൻലാലും ഇപ്പോൾ സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നത്. സംഘടനാ നേതൃത്വം ഒഴിയുന്നതുമായി ബന്ധപ്പെട്ട് മോഹൻലാലും ഉപദേശം തേടിയിട്ടുണ്ടെന്നും വിവരമുണ്ടായിരുന്നു.